ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് ഇപ്പോൾ SBI വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2050ഓളം വേക്കൻസി ആണ് ഇതിലേക്ക് വരുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ ഡിഗ്രി, എൻജിനീയറിംഗ്, പിന്നെ അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റും കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2004 തൊട്ടിട്ട് 1996 വരെയുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ SC ST അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ള ആൾക്കാർക്കാണെങ്കിൽ 5 വയസ്സിൻ്റെ അളവ്, അതായത് 35 വയസ്സ് വരെ അവർക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെ ഇളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 33 വയസ്സ് വരെ അവർക്ക് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇയേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. 15 വയസ്സ് വരെയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റും. SC STയിൽ എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉള്ള ആളാണെങ്കിൽ. പിന്നെ ഇവർ 2 ഇയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഈ പോസ്റ്റിന്. അതായത് എന്തെങ്കിലും ബാങ്കിങ് രംഗത്ത് എന്തെങ്കിലും ഓഫീസുകളിലോ അങ്ങനെ എന്തെങ്കിലും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട്. അതുള്ള ആൾക്കാർക്കാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറയുന്നത് ലോക്കൽ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ കേരളത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ മലയാളം ലാംഗ്വേജ് നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ അറിയണം എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിന് ഓൺലൈൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് 30 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് എന്ന നിലയ്ക്കാണ് കിട്ടുള്ളൂ. അങ്ങനെ 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് 30 മിനിറ്റാണ് ടൈം. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് നോളജ് 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. 40 മിനിറ്റ് സമയമുണ്ട്. പിന്നെ ജനറൽ, അതായത് GA വരുന്നുണ്ട്. അതിന് ഏകദേശം 30 ക്വസ്റ്റ്യൻ 30 മാർക്ക് 30 മിനിറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ CA വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അത് 20 ക്വസ്റ്റ്യൻ 20 മാർക്കിനാണ് വരുന്നത്. അത് 20 മിനിറ്റ് തന്നെയാണ് വരുന്നത്. ടോട്ടൽ 2 മണിക്കൂറിൻ്റെ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സാവുന്ന ആൾക്കാർക്കാണ് മുമ്പോട്ടുള്ള സ്റ്റെപ്പിലും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ജനറൽ EWS ഒക്കെ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ 750 രൂപയാണ് ഫീസും കാര്യം വരുന്നത്. OBC വിഭാഗത്തിനും അത് ഉണ്ട്. പിന്നെ അതുപോലെ SC ST വിഭാഗത്തിനാണെന്നുണ്ടെങ്കിൽ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിന് ഓൺലൈൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇൻ്റർവ്യൂവും കാര്യങ്ങളുണ്ട്. ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാവും നമുക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ഇതിൻ്റെ അതായത് അത് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ SBIൻ്റെ കരിയർ പോർട്ടലുണ്ട്. അതിൽ കയറിയിട്ടൊരു കരിയറിൻ്റെ ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ഒരു ജോബിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കിയിടുക. എന്നിട്ട് അങ്ങനെ അതുവഴിയാണ് നമ്മൾ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. മുന്നേ വല്ല SBIൻ്റെ എക്സാമോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഓൾറെഡി കരിയർ പോർട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറിയിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിൻ്റെയും പിന്നെ അതുപോലെ സൈനിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. PDF കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലോ മറ്റോ പോയിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിലാണ് എക്സാമിനേഷൻ സെൻറ്ററും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത്യാവശ്യം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ എഴുതാൻ നല്ല സുഖമായിട്ട് പോയി എഴുതാവുന്നേ തന്നെ ഉള്ളൂ. അടുത്ത് തന്നെ സെൻറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിന് അപ്ലൈ ചെയ്യാൻ നോക്കുക. SBIയിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ചാൻസ് തന്നെയാണിത്. SBI ഇപ്പോൾ നിലവിൽ പുറത്ത് വിട്ടിട്ടുള്ള ലേറ്റസ്റ്റായിട്ട് പുറത്ത് വിട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ.